നമസ്കാരം. രാവിലെ തിരുവനന്തപുരം നഗരത്തിലൂടെ അത്യാവശ്യമായി പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പഴയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ കുറേ നേതാക്കൾ തിരുവനന്തപുരം ജില്ലാ നേതാക്കളുമൊക്കെ കൂടി പാളയത്തുള്ള നിയമസഭാ കോംപ്ലക്സിൻ്റെ തുടങ്ങുന്ന സ്ഥലത്തുള്ള ഫൈനാൻസ് കോളേജിൻ്റെ മുന്നിലുള്ള ആർ ശങ്കറിൻ്റെ പഴയ മുഖ്യമന്ത്രി, കേരളത്തിലെ വളരെ പ്രമുഖനായ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിക്കാരൻ ആർ ശങ്കറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ സത്യാഗ്രഹം ഒരുക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ആ പ്രതിമയുടെ പല ഭാഗങ്ങളും പൊളിഞ്ഞു പോയിരിക്കുന്നു. കോർപ്പറേഷൻ ഇത് നോക്കുന്നില്ല. ഇതാണ് വിഷയം. ഇതൊരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളൊരു രാഷ്ട്രീയ ചർച്ച കൊണ്ടുവരും, അത് എതിരാളികൾ കൊണ്ടുവരും, അതവിടെ നിൽക്കട്ടെ. തിരുവനന്തപുരം നഗരത്തിൽ താമസിക്കുന്ന ഞങ്ങൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ വർഷങ്ങളായി നഗരത്തെ അറിയാമെന്നുള്ള ഞങ്ങൾക്ക് വലിയൊരു പരാതി ഇവിടുത്തെ ഭരണകൂടങ്ങളോടുണ്ട്. അത് ഏത് ഭരണകൂടം വന്നാലും. ഇനിയിപ്പോൾ പുതിയ കോർപ്പറേഷൻ വരാൻ പോവുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഡിസംബർ കഴിയുമ്പോൾ പുതിയ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയ ആളുകൾ വരും. അവരോടാണ് ആദ്യത്തെ അഭ്യർത്ഥന. രണ്ടാമത് കേരള സർക്കാരിനോടും കേന്ദ്ര സർക്കാർ, മൂന്ന് കൂട്ടരും കൂടി വിചാരിച്ചാലാണ് ഇത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പൈതൃക ടൂറിസത്തിൻ്റെ ഭാഗമായി ഇത് ചിന്തിച്ചാൽ വളരെ മനോഹരമായിരിക്കും. നമ്മുടെ ഒരു പൈതൃക ടൂറിസത്തെക്കുറിച്ച് ചിന്തിക്കുകയും തിരുവനന്തപുരത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രതിമകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. PMGയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയുണ്ട്, പിന്നെ ആർ ശങ്കറിൻ്റെ പ്രതിമയുണ്ട്, പാളയത്ത് ചെല്ലുമ്പോൾ സ്റ്റാച്യുവിൽ പ്രതിമയുണ്ട്, വയലാർ രാമയുടെ പ്രതിമയുണ്ട്, ONV കുറുപ്പിൻ്റെ പ്രതിമയുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമയുണ്ട്, പിന്നെ അയ്യങ്കാളിയുടെ പ്രതിമയുണ്ട്, അയ്യങ്കാളി സ്ക്വയറുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രതിമകളുടെ ഒരു പ്രളയമാണ്. ഈ പ്രതിമകളുടെയൊക്കെ ഒരു അവസ്ഥ അതീവ ഗുരുതരവുമാണ്. പലതും പൊളിഞ്ഞ് നാശക്കോട്ടയാവും. മാത്രമല്ല പ്രതിമകളുടെ മുകളിൽ എന്തിട്ടില്ല, ഷീറ്റോ അല്ലെങ്കിൽ ഒന്നും ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇത് വളരെ വളരെ മോശമായ രീതിയിൽ കാക്കയെല്ലാം തൂറി അല്ലെങ്കിൽ പട്ടികളെല്ലാം വന്ന് കിടന്ന് വളരെ മോശമായ അന്തരീക്ഷത്തിൽ കിടക്കുന്ന കുറേ പ്രതിമകളുണ്ട്. ഇവരെല്ലാം മഹാരഥന്മാരായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിനും സാമൂഹ്യ രംഗത്തിനും വലിയ സംഭാവന നൽകിയവരാണ്. അവരെ ഒരു മയിൽക്കുറ്റിയിൽ നിർത്തി, കല്ലുകുറ്റിയിൽ നിർത്തി, ഇങ്ങനെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതാരുടെ ഒരു ട്രാഫിക് ജാം തടസ്സമുണ്ടാക്കാൻ ഇവിടെ ഒരാൾ കയറി ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നത് മാറ്റി ഒരു പൈതൃക വില്ലേജ്, ഒരു ഹെറിറ്റേജിൻ്റെ ഒരു വില്ലേജ് ഉണ്ടാക്കുകയും അതിനകത്ത് മനോഹരമായൊരു മ്യൂസിയം ഉണ്ടാക്കുകയും ആ മ്യൂസിയത്തിൻ്റെ പുറത്ത് വളരെ കൃത്യമായ സുരക്ഷിതമായ എല്ലാ സംവിധാനങ്ങളോടുകൂടി ഈ മഹാരഥന്മാരുടെ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പ്രതിമകൾ വയ്ക്കുകയും അവരുടെ ബയോഗ്രഫി അവിടെ എഴുതി വയ്ക്കുകയും അതുപോലെ തന്നെ അവരെ സംബന്ധിക്കുന്ന വീഡിയോകളും മറ്റെല്ലാം തയ്യാറാക്കി പുതിയ തലമുറയെ പഠിപ്പിക്കുന്നത്. അത് വേണമെങ്കിൽ കവിത്രയങ്ങൾ മുതലുള്ള കവികളെ എടുക്കാം, സാഹിത്യകാരൻ MT വാസുദേവൻ നായരെ പോലുള്ള സാഹിത്യകാരന്മാരെ എടുക്കാം. മരിച്ചുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ. പിന്നെ ദാക്ഷായണി വേലായുധൻ മുതൽ PS നടരാജപിള്ള വരെ ഉള്ള ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന മലയാളികളുണ്ട്. ഡോക്ടർ ചെമ്പാരാമൻപിള്ളയ്ക്ക് ഇതുവരെ പ്രതിമയൊന്നുമില്ല. ഡോക്ടർ ചെമ്പാരാമൻപിള്ളയുടെയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റും AG's ഓഫീസൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റേതാണ്. പക്ഷേ ചെമ്പാരാമൻപിള്ളയാണ് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് പോയി സുഭാഷ് ചന്ദ്രബോസിനും ലോകത്താകെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ കാഴ്ചപ്പാട് കൊടുത്തിട്ടുള്ള ഡോക്ടർ ചെമ്പാരാമൻപിള്ളയ്ക്ക് ഇവിടെ ഒരു പ്രതിമയില്ല. എന്നാൽ അപ്പോൾ ഡോക്ടർ ചെമ്പാരാമൻപിള്ള വരുന്നു, അയ്യാ ഗുരു വരുന്നു. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലും പിന്നെ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, അതുപോലെ തന്നെ പിന്നെ അയ്യങ്കാളി, ഇങ്ങനെ ഇത്ര ആളുകൾ മഹാരഥന്മാർ കേരളത്തിൽ. പിന്നെ ആദിശങ്കരൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആത്മീയ തലത്തിലുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഭൗതിക തലത്തിലുള്ള ആളുകൾ, വളരെ പ്രമുഖരായ വന്ന ശാസ്ത്രജ്ഞന്മാർ, പ്രമുഖരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, EMSനെ പോലെയുള്ള ഇതുവരെ വന്നുള്ള മുഖ്യമന്ത്രിമാർ, മരിച്ചുപോയ മുഖ്യമന്ത്രിമാർ, അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാർ, ഇങ്ങനെയുള്ള വളരെ പ്രമുഖരായ ആളുകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ആദ്യബൃഹത്തായ ഒരു പ്രോജക്റ്റ്, അത് ഒരു ടൂറിസം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്താൽ, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രോജക്റ്റ് അവിടെ ചെയ്തിട്ട് കോടാനുകോടി രൂപയാണ് അവർ ടൂറിസത്തിലൂടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ടൂറിസം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്താൽ അത് കാണാനും വരാനുമൊക്കെ ആളുകളുണ്ടാകും. അത് വളരെ മനോഹരമായൊരു പ്രോജക്റ്റ് ആയിരിക്കും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുക. അത് വളരെ ഗൗരവമായി നഗരസഭ ചിന്തിക്കണം. കറക്റ്റ് നഗരത്തിനകത്ത് അല്ലെങ്കിൽ പോലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണെങ്കിലും അത് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. കൃത്യമായി നഗരസഭ ഒരു പൈതൃക വില്ലേജ് ഒരുക്കുകയും ആ വില്ലേജിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വന്നുപോയ മഹാരഥന്മാരെ എല്ലാം പരിചയപ്പെടുത്തുന്ന, അവരുടെ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന മഹത്തായ ഒരു പരിപാടി വരട്ടെ. ഒരുപക്ഷെ ഇനി അടുത്തത് UDF ഗവൺമെൻറ്റാണ് വരണമെങ്കിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഇതിനകത്ത് ഇടപെടാൻ കഴിയും. ഇനി LDF ആണെങ്കിലും, അല്ല BJP വരാൻ സാധ്യതയില്ല, LDF ആണെങ്കിലും ഏത് ഗവൺമെൻറ് ആയാലും ഇതൊരു പ്രയോറിറ്റി ആയിട്ട് എടുക്കുകയും
വേണമെങ്കിൽ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെയും പൈതൃക വകുപ്പിൻ്റെയും ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെയും ഒക്കെ സാമ്പത്തിക സഹായം കൂടി വാങ്ങിക്കൊണ്ട് ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുത്തി ഇത് വളരെ കൃത്യമായി ഇപ്പോൾ EMSൻ്റെ പാർക്കുണ്ട്. EMS പാർക്ക് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒന്ന് പുതുക്കിയെങ്കിലും അതൊന്നും അട്രാക്റ്റീവ് അല്ല, അവിടെ ഒന്നും ആളുകൾ വന്നിരിക്കുന്നില്ല. ഇത് പാർക്കെന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതിനുള്ളൊരു സൗകര്യമില്ല. ജസ്റ്റ് ഒരു സെൽഫി ഒരു ഫോട്ടോ എടുക്കുന്നല്ലാതെ അവിടെ നിന്ന് ആരും വരുന്നില്ല. ഇത് പക്ഷേ വളരെ അട്രാക്റ്റീവായി എങ്ങനെ നമുക്ക് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ ടൂറിസ്റ്റ് തിരുവനന്തപുരത്ത് ആരെങ്കിലും ടൂർ വരികയാണെങ്കിൽ അത് തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ആര് ടൂർ വന്നാലും ധാരാളം ആളുകൾ തിരുവനന്തപുരത്ത് ടൂർ വരുന്ന ഒരു നഗരമാണ്. ടൂർ വന്നാൽ ഈ ഗ്രാമത്തിൽ പോയി കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഏറ്റവും അൾട്രാ മോഡേൺ ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു ഹെറിറ്റേജ് വില്ലേജ്, കേരള ഹെറിറ്റേജ് വില്ലേജ്, കേരളത്തിൻ്റെ ഒരു പൈതൃക ഗ്രാമം ഉണ്ടാക്കുന്നത് വളരെ മനോഹരമായിരിക്കും. നമുക്ക് കവടിയാർ കൊട്ടാരത്തിൻ്റെ ഭാഗത്തൊക്കെ ധാരാളം വസ്തുക്കളൊക്കെ തന്നെ ഉണ്ട്, ഗവൺമെൻറ്റിന് എടുക്കാവുന്ന വസ്തുക്കളും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ വിചാരിച്ചാൽ വസ്തുക്കൾ കണ്ടെത്താനും പറ്റും. ഒരുപാട് സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഭൂമി കിടപ്പുണ്ട്. അത് കണ്ടെത്തി വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു എന്താ പറയുക ഹെറിറ്റേജ് വില്ലേജ് കേരളത്തിൽ തിരുവനന്തപുരത്ത് ചെയ്യേണ്ടതുണ്ട്. അതിനകത്തേക്ക് ഈ പ്രതിമകളും മറ്റു കാര്യങ്ങളും മാറ്റിയാൽ ഈ ട്രാഫിക് ജാമിൻ്റെ പ്രശ്നമില്ല, ഈ വഴിയിലൊക്കെ നിന്നിട്ട് അത് പൊളിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ ഈ രമേശ് ചെന്നിത്തലയുടെ പരാതിയും ആളുകളുടെ വിഷമങ്ങളും എല്ലാം മാറുകയും ഞാൻ ഈ പറഞ്ഞ മഹാരഥന്മാരെയും ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുള്ള ഇനി നമ്മൾ പറയാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയും കൂടി കൊണ്ടുവന്നിട്ട് എല്ലാം നമുക്ക് പ്രതിമ തന്നെ വേണമെന്നില്ല. ചിലത് പ്രതിമയാവാം, ചിലത് ഫോട്ടോ ആവാം, ചിലത് വീഡിയോ ആകാം, പല രൂപത്തിൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായി കേരളത്തിൻ്റെ ചരിത്രവും പൈതൃകവും കേരളത്തിൽ വന്ന് ജനിച്ചുപോയ മഹാരഥന്മാരും അവരുടെ സംഭാവനകളും മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇത് വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സൊസൈറ്റി ആക്ട് അനുസരിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം രജിസ്റ്റർ ചെയ്ത് അവരെ ഇത് ഏൽപ്പിച്ച് മനോഹരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടക്കട്ടെ. അതിനുള്ള ശ്രമങ്ങൾക്കുള്ള ഒരു ത്വരകമായി അല്ലെങ്കിൽ അതിന് രാസത്വരകമായി രമേശ് ചെന്നിത്തലയുടെ ഈ സമരം മാറട്ടെ. അങ്ങനെ രമേശ് ചെന്നിത്തല വ്യത്യസ്തമായ ഒരുപാട് വിഷയങ്ങളിൽ സമരമെടുക്കുന്ന ആളാണ്, പൊതുജന അവബോധം കൊണ്ടുവരുന്ന ആളാണ്. മയക്കുമരുന്നിനെതിരെ വ്യാപകമായി വലിയ പരിപാടികളാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വളരെ വലിയ ബഹുജന പരിപാടിയാണ് നടത്തിയത്. അപ്പോൾ അത് അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദളിത് ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ദളിത് കോൺക്ലേവ് നടത്തി. അതിൽ ഒത്തിരി കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ചെയ്യുന്നുണ്ട്. അതിൻ്റെയോടൊപ്പം ഇതും ചെയ്തത് ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഒരു ആർ ശങ്കർ അല്ലെങ്കിൽ ഒരു പ്രതിമയല്ല വിഷയം, ഇതൊരു കൺസെപ്റ്റിൻ്റെ വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇതൊരു കാഴ്ചപ്പാടിൻ്റെ ഒരു സമീപനത്തിൻ്റെ വിഷയമുണ്ട്. നമുക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളുകളെ, സാധാരണ ആളുകളെ നിർത്തിയിരിക്കുന്ന പോലെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ വർഷത്തിൽ ഒരു ദിവസം ആരെങ്കിലും പോയി അവരുടെ പാർട്ടിക്കാരോ ബന്ധപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ പോയി ഒരു മാലയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൂവിട്ട് അന്ന് 2 ഡയലോഗ് അടിച്ചിട്ട് പോകുന്നല്ലാതെ പുതിയ തലമുറ ഇത് പഠിക്കുന്നില്ല. എന്താണ്, ആരാണ്, എവിടെ. ഇപ്പോൾ പട്ടം താണുപിള്ളയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. പട്ടം താണുപിള്ളയുടെ പ്രതിമയിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ കുട്ടികൾ വായിക്കും, ആ കേരളത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി, അതാരാ, പ്രധാനമന്ത്രി ഉണ്ടോ കേരളത്തിന്? അപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ ചരിത്രം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെ കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന അതിബൃഹത്തായ ഒരു ഹെറിറ്റേജ് വില്ലേജ് കേരളത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ വരട്ടെ. അതൊരു വരുമാന വർധന പരിപാടി കൂടെ ആയിട്ടുള്ള ഒരു ടൂറിസമാക്കി മാറ്റണം. അപ്പോൾ വാഹനങ്ങൾ വന്നാൽ പാർക്ക് ചെയ്യാൻ കഴിയണം, അവർക്ക് മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണം. അത്ര അതിമനോഹരമായ ഒരു ഹെറിറ്റേജ് വില്ലേജ് തിരുവനന്തപുരത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് കൃത്യമായി വരുമാനം കൂടി കിട്ടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും മറ്റ് പൊതുജനങ്ങളും വരുന്ന വളരെ വലിയ ഒരു വില്ലേജായി അത് മാറണം. നമുക്ക് വലിയ ആർട്ടുണ്ട്, ക്രാഫ്റ്റ്സ് ഉണ്ട്, കൾച്ചറുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തോട് പറയാനുണ്ട്. ഇതെല്ലാം പറയുന്ന ഒരു കൾച്ചറൽ സെൻ്ററായ ഒരു ഹെറിറ്റേജ് കൾച്ചറൽ വില്ലേജ് തിരുവനന്തപുരത്ത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരുത്തുന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. അതുവരെ മെയിൻ്റനൻസ് ഒക്കെ നടക്കട്ടെ, മെയിൻ്റനൻസ് ചെയ്യണം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ അവിടെ വരുന്നവർക്ക് പഠിക്കാനും ഗവേഷണം നടത്താനും മറ്റു കാര്യങ്ങൾക്കുമുള്ള വലിയ സാഹചര്യമുണ്ടാകും. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്. കാലത്തിനനുസരിച്ച് പ്രൊഫഷണലാകുവാൻ നമ്മളും തീരുമാനിക്കുന്നിടത്താണ് സമൂഹവും ജനങ്ങളുമെല്ലാം കൂടുതൽ കാലാനുസൃതമാകുന്നത്.